അതിലെ പ്രധാന കഥാപാത്രം നന്ദിത മേനോൻ എന്ന അതിലെ നായിക ഒരു കഥാകാരിയാണ്. അപ്പോൾ നന്ദിത മേനോൻ എഴുതുന്ന ഒരു കഥ അതിനകത്ത് വരുന്നുണ്ട്. ഒരു ചെറുകഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വരുന്നതും അത് നായകൻ വായിക്കുന്നതൊക്കെ ആയിട്ട് ആ സിനിമയിലുണ്ടല്ലോ. അപ്പോൾ അതിന് ഒരു പേര് വേണം എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ മേഘമൽഹാർ എന്നുള്ള പേര് ആ കഥയ്ക്കിട്ട പേരാണ് പിന്നീട് സിനിമയ്ക്ക് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ കഥയ്ക്ക് മേഘമൽഹാർ എന്ന് പേരിട്ട് ആ കഥ ചെറുകഥയുടെ തുടക്കം ഞാൻ അതിൽ ആ തിരക്കഥയിൽ എഴുതിയിട്ടുണ്ട്. അത് ഈ ഹിന്ദുസ്ഥാനി രാഗങ്ങളെ കുറിച്ചാണ്. അത് മധുവന്തിയോ യമൻ കല്യാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അതിൽ രാഗങ്ങളെ കുറിച്ച് എഴുതുന്നുണ്ട്. അതല്ല മേഘമൽഹാറാണെന്ന് അവസാനം ആ കഥ തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ആ കഥയും ഞാൻ നേരത്തെ പറഞ്ഞ ഈ കഥയുടെ അന്തരീക്ഷമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ തിരക്കഥയ്ക്ക് ഒരു സംഗീതത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു എഴുത്തും ഒരു തിരക്കഥയുമായി അത് മാറി എന്നുള്ളതാണ്. പിന്നീട് ഞാനതിൻ്റെ കഥ വായിച്ച് കേൾപ്പിച്ചു, തിരക്കഥ വായിച്ച് കേൾപ്പിച്ചപ്പോഴും അതിൻ്റെ പടം റീ റെക്കോർഡിങ്ങിന് വേണ്ടി കണ്ടപ്പോഴൊക്കെ രമേശ് നാരായണൻ പറഞ്ഞത് അത് തന്നെയാണ്. ഇതൊരു ഹിന്ദുസ്ഥാനി ഗാനമാല കേൾക്കുന്ന ഒരു ഫീല് എനിക്ക് ഈ സിനിമ മൊത്തം കാണുമ്പോൾ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം റീ റെക്കോർഡ് ചെയ്തതും ആ രീതിയിലാണ്. അപ്പോൾ ഒരു തിരക്കഥ എഴുതുമ്പോൾ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ അതല്ലെങ്കിൽ ഒരു ചലച്ചിത്രകാരൻ എന്ന രീതിയിൽ ഓരോരുത്തരെയും സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ടായിരിക്കാം. ഒന്ന് അവരുടെ അനുഭവങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളെ വഴി നടത്തുന്ന പല ഘടകങ്ങളുണ്ടായിരിക്കാം. എന്നെ സംബന്ധിച്ചോളം മേഘമൽഹാർ എന്ന തിരക്കഥ എഴുതുമ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നത് എൻ്റെ കാൽപ്പനിക സ്വപ്നങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്ന ആളാണ്. അത് അയഥാർത്ഥങ്ങളായ സ്വപ്നങ്ങൾ, അതല്ലെങ്കിൽ എൻ്റെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, അതല്ലെങ്കിൽ ജീവിതത്തിൽ യാതൊരു ഉപകാരമില്ലാത്ത സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളത് തീർച്ചയായും ഈ സിനിമ, പ്രത്യേകിച്ചും ഈ സിനിമയെ രൂപപ്പെടുത്തുന്നതിൽ, അതിൻ്റെ തിരക്കഥ രൂപപ്പെടുത്തുന്നതിലും എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരം തിരക്കഥകളാണ് സത്യത്തിൽ ഒരു എഴുത്തുകാരനാകണം, തിരക്കഥാകൃത്താകണം എന്നുള്ളൊരു ആഗ്രഹം വീണ്ടും വീണ്ടും എന്നിലുണ്ടാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ തിരക്കഥ ആ രൂപത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ തിരക്കഥ എഴുത്ത് ഒരു മുഷിപ്പൻ പരിപാടിയാണെന്നും അതല്ലെങ്കിൽ അതെനിക്ക് വഴങ്ങാത്തതാണെന്നും എപ്പോഴൊക്കെയോ ധരിച്ചു വെച്ചിട്ടുള്ള ആളായിരുന്നു ഞാൻ. അത് മാറ്റാൻ കൂടി എന്നെ സഹായിച്ചു എന്നുള്ള രീതിയിൽ മേഘമൽഹാറിനോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. വിവാഹാനന്തര പ്രണയമായാലും ശരി, വിവാഹാനന്തരമുള്ള അവിഹിത ബന്ധങ്ങളെയൊക്കെ സിനിമയിൽ പശ്ചാത്തലമാക്കിയിട്ട് നേരത്തെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ആധുനിക കാലത്ത് ന്യൂ ജനറേഷൻ സിനിമ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് വലിയ പുതുമയായിട്ട് പറയുമ്പോൾ വളരെ മുമ്പ് മലയാള സിനിമയിൽ അത്തരം പരീക്ഷണങ്ങൾ ധീരമായി നടത്തിയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മേഘമൽഹാറിൽ എനിക്ക് വേണമെങ്കിൽ എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യവും അതായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു? ഒരു ഹിപ്പോക്രസി ഇല്ലേ അതിൻ്റെ അകത്ത്? ഒരാണും പെണ്ണും കണ്ടുമുട്ടി ഇതുപോലെ ഉള്ള ഒരു പരിസരത്ത് കൊണ്ടുവന്നിട്ട് കഥ അവരെ വേർപിരിയാൻ അനുവദിക്കുമ്പോൾ നിങ്ങളിലുള്ള ഹിപ്പോക്രസി അല്ലേ പുറത്തേക്ക് വരുന്നതെന്ന് എന്നോട് ചിലർ ചോദിക്കുകയുണ്ടായി. പക്ഷെ ഞാനതിനെ വേറെ രീതിയിലാണ് കണ്ടത്. വേണമെങ്കിൽ ഹിപ്പോക്രസി എന്നതിനെ പറഞ്ഞ് നമുക്കതിനെ അവഹേളിക്കാം, പക്ഷെ ഞാനതിനെ വേറെ രീതിയിലാണ് കണ്ടത്. ഒരു അവിഹിത ബന്ധത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികവും വളരെ ഈസിയുമാണ്. അതൊരു പക്ഷേ ഈ സദാചാര മൂല്യങ്ങൾ എന്ന് പറഞ്ഞ് ഭയപ്പെട്ടു എന്നുള്ളതല്ല ഞാൻ ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ കഥാപാത്രങ്ങളിലൂടെ ഒരിക്കലും സദാചാര മൂല്യത്തിൻ്റെ ഭയപ്പാടിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അതാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഹിപ്പോക്രസി എന്ന് പറയാൻ വേണമെങ്കിൽ, ഈ സദാചാര മൂല്യങ്ങളെ ഭയപ്പെടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ഈ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ അത്തരം സാഹചര്യത്തിൽ പരസ്പരം ഉണ്ടാകുന്ന ഒരു ലൈംഗിക ബന്ധം തന്നെ ആയിരിക്കാം. പക്ഷെ ഞാനതിനെ കണ്ടത് അതിനപ്പുറത്തൊരു തലമുണ്ട്. അവിടെയാണ് ഒരു കാൽപ്പനിക തലം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ കാൽപ്പനിക തലത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് ഈ കഥാപാത്രങ്ങൾ. അവരുടെ ബാല്യകാല സ്മരണകളുമായിട്ട് സഞ്ചരിക്കുമ്പോൾ അവർക്കുള്ളത് അവരുടെ പ്രണയത്തിൽ, അവരുടെ ഇഷ്ടത്തിൽ ആ കാൽപ്പനിക ബോധമാണ്. അതുകൊണ്ട് തന്നെയാണ് ശരീര ബന്ധത്തിലുപരി, അങ്ങനെ ശാരീരിക ബന്ധത്തിലുപരി അത് നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ നിർത്താം എന്ന് പറഞ്ഞ് പിരിയുന്നത്. അവിടെ നന്ദിത പറയുന്നുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ വേദനിക്കുമെന്ന് പറയുമ്പോൾ പോലും അത് ഈ സദാചാരത്തെ ഭയപ്പെടുന്നു എന്നുള്ള രീതിയിൽ അർത്ഥത്തിലല്ല. ഈ ബന്ധം രഹസ്യമായിട്ട് നമ്മൾ ഇത്രയും കാലം സൂക്ഷിച്ചു, അത് ഇനിയും രഹസ്യമായി സൂക്ഷിക്കുമ്പോൾ അതിനൊരു കാൽപ്പനിക ഭാവമുണ്ട്. അത് ആണ് ഞാൻ ആ സിനിമയിൽ കാണാൻ ശ്രമിച്ചത്, അല്ലാതെ അതൊരു ഒളിച്ചോട്ടമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുത്തായാലും ശരി, ചലച്ചിത്ര നിർമ്മാണ പ്രക്രിയ, ഒരു ചലച്ചിത്രകാരൻ ചലച്ചിത്രത്തെ രൂപപ്പെടുത്തുന്നതും ഒരു സുഖമുള്ള നോവായി മാറുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് അതിൻ്റേതായ ഒരു ഭംഗിയിൽ കിട്ടുക എന്നുള്ളതും എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നുണ്ട്, അതൊരു ഭംഗി വാക്ക് അല്ലെങ്കിൽ ഒരു
ചലച്ചിത്രകാരൻ ഊറ്റം കൊള്ളാൻ വേണ്ടി പറയുന്നതായിരിക്കാം ചിലപ്പോൾ, പക്ഷെ അതിനകത്ത് വേറൊരു സുഖമുണ്ട്, ഒരു സത്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആത്മാവിഷ്കാരം എന്നുള്ളത്, ഒരു ചലച്ചിത്രകാരൻ്റെ ആത്മാവിഷ്കാരം എന്നുള്ളത്, ഒരു എഴുത്തുകാരൻ്റെ ആത്മാവിഷ്കാരം എന്നുള്ളത് അവൻ അനുഭവിക്കുന്ന പരമമായ അനുഭൂതിയാണ് എന്നുള്ളതാണ് വലിയ സത്യം. അത് മേഘമൽഹാർ എന്ന സിനിമയിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്.